ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കോസിലിറ്റ് കോർണർ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നാഗ്മേ സാമിനി എഴുതിയിട്ടുള്ള ഹോം എന്ന പ്ലേ ആണ്. പ്ലേയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് റൈറ്ററിനെ കുറിച്ചൊന്ന് നോക്കാം. നാഗ്മേ സാമിനി ഒരു ഇറാനിയൻ പ്ലേ റൈറ്റും സ്ക്രിപ്റ്റ് റൈറ്ററും ലെക്ചറും ഒക്കെയാണ്. അവരുടെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് മാജിക് ഓഫ് ദ ബേൺഡ് ടെമ്പിൾ, സ്കൈ ഹോഴ്സസ് റെയിൻ ആഷസ്, സ്ലീപ്പിംഗ് ഇൻ എ എംപ്റ്റി കപ്പ്, ദ കിങ് ആൻഡ് ദ മാത്തമാറ്റീഷ്യൻ, എ ലെജൻഡ് തുടങ്ങിയിട്ടുള്ളവ. ഇനി ഒരു പ്ലേയുടെ സെൻട്രൽ തീംസ് നോക്കുകയാണെങ്കിൽ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ്, ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി, ഐസൊലേഷൻ ഇതൊക്കെയാണ്. ഇനി ഒരു പ്ലേയിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഫാമിലിയുടെ ഇമോഷണൽ ഐസൊലേഷനും അൺറിസോൾവ്ഡ് ട്രോമയും ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. കൂടാതെ ഹോം എന്ന് പറയുന്നത് മോർ ദാൻ എ ഫിസിക്കൽ സ്പേസ്, ഇറ്റ് റെപ്രസെൻറ്റ് ദ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ സ്പേസ്. ഈ ഒരു ഐഡിയ കൂടെ നമുക്ക് റൈറ്റർ തരുന്നുണ്ട്. ഇനി നമുക്ക് പ്ലേയിലെ ക്യാരക്ടേഴ്സിലേക്ക് പോവാം. ആസാദ്, റോയ, മഹാൻ, പർണിയാൻ, ഹമൂൻ, മാസ ഇവരാണല്ലോ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിൽ ആസാദും റോയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരുടെ മകനാണ് മഹാൻ, മകളാണ് പർണിയാൻ. ഹമൂൻ ആസാദിൻ്റെ മുൻപത്തെ മാരേജിലെ കുട്ടിയാണ്. മാസ മഹാൻ്റെ ഗേൾ ഫ്രണ്ടുമാണ്. ആൻഡ് ഇവരെ കൂടാതെ പർണിയാൻ്റെ ബോയ് ഫ്രണ്ട്, ഒരു വുമൺ, ഒരു മാൻ, ഒരു വുമൻ്റെ വോയിസ്, ഒരു മാൻ്റെ വോയിസ് ആൻഡ് വോയിസ് ഓവർ, ഇതെല്ലാം ഇതിലെ മൈനർ ക്യാരക്ടേഴ്സുമാണ്. ഇനി നമുക്ക് പ്ലേയിലേക്ക് പോവാം. ഇവിടെ പ്ലേ ഓപ്പൺ ചെയ്യുന്നത് ആസാദും റോയയും മഹാനും പർണിയനും കൂടെ ഹമ്മൂനെ സെർച്ച് ചെയ്യുന്നതിലൂടെയാണ്. ഇവരിവനെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കണ്ടെത്താനൊന്നും സാധിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഈ ഒരു തെരച്ചിലെല്ലാം കണ്ടിട്ട് ഹമ്മൂൻ അവിടെ മാറിയിരിക്കുന്നുണ്ട്. ഇവിടെ ഹമ്മൂണിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ മനസ്സിലൂടെ ഇപ്പം കടന്നു പോകുന്ന ചിന്തകൾ അത് അവരുടെ വീടിനെ പറ്റിയാണ്. അവരുടെ വീടിപ്പം പഴയ പോലെയല്ല, അതിപ്പം ചുരുങ്ങിയിട്ടുണ്ട്. എന്നാലും മറ്റുള്ളവരാരും തന്നെ ഇതിനെക്കുറിച്ച് ബോധേഡാവാതെ തന്നെ തിരയുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് ഹമൂൺ പറയുന്നത്. അങ്ങനെ ഹമൂന് അവർക്ക് എവിടെയും കണ്ടെത്താൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് പർണിയൻ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നത് അവിടെയുള്ളൊരു മിനിയേച്ചർ ഹൗസ് ഉണ്ട്, അതെടുത്ത് തലകീഴായി വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടെത്താൻ പറ്റുന്നതാണ്. എന്നാൽ റോയ് അതിന് അനുവദിക്കുന്നില്ല. പിന്നീട് അവനെ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹമൂൻ അവിടെ തന്നെ ഉണ്ട്. അവനപ്പോൾ ഓർക്കുന്നത് അവരുടെ വീടിൻ്റെ കീനെക്കുറിച്ചാണ്. ഈ വീട് ചുരുങ്ങി ചെറുതായതുകൊണ്ട് തന്നെ ആ കീനി വീടിന് ഫിറ്റ് ആവില്ല. എന്നാൽ ഇവരാരും തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പകരം അവനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് അവരോട് സഹതാപം തോന്നുകയാണ്. അവൻ ഉറപ്പുണ്ട് അവർക്ക് ഒരിക്കലും തന്നെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള കാര്യവും. ഇനി നമുക്ക് റൂം 1 ദ ബെഡ്റൂം എന്ന സീനിലേക്ക് പോകാം. ഇവിടെ ആസാദിനെയാണ് കാണിക്കുന്നത്. അയാൾ തൻ്റെ റൂമിലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ആ സമയത്താണ് അയാളുടെ റൂമിൻ്റെ വിൻഡോയിലേക്ക് ആരോ കല്ലെറിയുന്നതിൻ്റെ സൗണ്ട് ആസാദ് കേൾക്കുന്നത്. അങ്ങനെ വിൻഡോ തുറന്ന് നോക്കിയ സമയത്ത് ഒരു സ്ത്രീയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അവൾ ആസാദ് കണ്ടിട്ടില്ല, പക്ഷേ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ സ്ത്രീ ആണെങ്കിൽ അവൻ്റെ അടുത്ത് മുകളിലേക്ക് വരാനുള്ള ഹെൽപ്പാണ് ചോദിക്കുന്നത്. ഇത് കേട്ട് ആസാദ് സർപ്രൈസ്ഡ് ആവുകയാണ്. കാരണം ലേറ്റ് നൈറ്റിലൊരു സ്ത്രീ വന്ന് വിൻഡോയിൽ കല്ലെറിഞ്ഞിട്ട് തൻ്റെ റൂമിലേക്ക് വരണം എന്ന് പറയുന്ന സമയത്ത് ആസാദിനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആസാദ് അവൾ ആരാണെന്നും ഈ സമയത്ത് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് അവൾ പറയുന്നത് ഞാൻ ആരാണെന്ന് നീ പറയേണ്ടെന്നും നേരത്തെ ഒന്നും വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം വന്നതെന്നും പറയാണ്. മാത്രമല്ല റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്നും പറയാണ്. എന്നാൽ ആസാദിനൊന്നും സമ്മതിക്കുന്നില്ല. ഈ സമയത്ത് കല്ലെറിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് വരണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് അവൻ അവളോട് പറയാണ്. ഇത് കേട്ട് അവൾക്ക് ദേഷ്യം വരികയാണ്. ആ സമയം അവൾ ആസാദിൻ്റെ അടുത്ത് അവൻ്റെ ഉള്ളിലുള്ളൊരു റിവെഞ്ചിനെ കുറിച്ച് പറയാണ്. അത് കേട്ട് ആസാദ് ഞെട്ടുകയാണ്. കാരണം തൻ്റെ ഉള്ളിലുള്ള റിവെഞ്ചിനെ കുറിച്ച് ഇവൾക്ക് എങ്ങനെ അറിയാമെന്ന് ആലോചിച്ചിട്ട് ആസാദിന് അതിശയം തോന്നുകയാണ്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ അടുത്ത് പറയുന്നത് അവൻ കുറച്ച് പേപ്പേഴ്സ് പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്നാണ് താനൊക്കെ മനസ്സിലാക്കിയെടുത്തതെന്ന് പറയാണ്. എങ്കിൽ പോലും ആസാദിൻ്റെ ഉള്ളിൽ ഇവർക്ക് തന്നെക്കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്നുള്ളൊരു തോന്നൽ വരികയാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് അവൻ്റെ റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് ആസാദ് സമ്മതിക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് ഒരാൾ ഇൻസ്ട്രക്ഷൻ ആസാദ് കൊടുക്കുന്നുണ്ടെങ്കിലും അവളത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. എന്നാൽ താൻ താഴോട്ട് വരാമെന്ന് ആസാദ് പറയുന്ന സമയത്ത് അതിനും അവൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ ഇവിടുന്ന് പോകുമെന്നും പറയാണ്. ആസാദിനാണെങ്കിൽ അവളെ അങ്ങനെ പറഞ്ഞയക്കാനും തോന്നുന്നില്ല. കാരണം തൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അവൾക്ക് അറിയാമെന്നുള്ളൊരു തോന്നൽ അവൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട്. ഇവിടെ ആസാദ് അവളുടെ അടുത്ത് അവളുടെ സൗണ്ട് തനിക്ക് ഫെമിലിയർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവൾക്ക് മുകളിലേക്കോ തനിക്ക് താഴേക്കോ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് ആസാദ് വിൻഡോ ക്ലോസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയം അവൾ അവനോട് പറയുന്നത് നീ സ്വയം നശിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ്. ഇത് കേട്ടിട്ട് ആസാദ് അതിശയിക്കുകയാണ്. തന്നെ അടുത്തറിയുന്ന ആളുകൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ഈ സ്ട്രേഞ്ചറിന് എങ്ങനെ അറിയാമെന്ന് ഓർത്തിട്ട് അവൻ അത്ഭുതം തോന്നുകയാണ്. പിന്നീട് ആസാദ് അവൻ്റെ ഉള്ളിലെ ചില കാര്യങ്ങൾ അവളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ആസാദ് പറയുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ മകളായിട്ടുള്ള പർണിയൻ അവൾ ബാത്റൂമിലൊരു കോക്രോച്ചിനെ കണ്ട് പേടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടതിന് കൊല്ലാൻ വേണ്ടിയിട്ട് ആസാദ് ചെന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവൾ ഹെൽപ്പിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഹമ്മൂനെയും മഹാനെയായിരുന്നു. അന്നാണ് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ആസാദിന് മനസ്സിലായത്. തൻ്റെ ഫാമിലി താൻ ഇൻവിസിബിൾ ആണെന്നുള്ള കാര്യം ആസാദ് അന്നാണ് മനസ്സിലാക്കിയെന്ന് പറയാണ്. ഇതുപോലെ ലോകത്ത് തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് ആസാദ് പറയാണ്.
ഒപ്പം താനും അവരെ പോലെയാണെന്നും താനും ആരോടും സംസാരിക്കാറില്ലെന്നും ആസാദ് പറയാണ്. അങ്ങനെ ആസാദ് പറയുന്നതെല്ലാം കേട്ടതിന് ശേഷം അവൾ അവനോട് അവൻ്റെ ഭാര്യനെ കുറിച്ച് ചോദിക്കുകയാണ്. അവളിപ്പം കിച്ചണിലാവുമെന്ന് ആസാദ് റിപ്ലൈയും കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആസാദ് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ അവളോട് പറയാണ്. റോയ, അവൻ്റെ വൈഫ്, അവളിപ്പോഴും കിച്ചണിലെ പാത്രങ്ങളെ സ്റ്റെയിൻ ക്ലീൻ ചെയ്യാവും. ആ സ്റ്റെയിനോട് പോലും തനിക്ക് അസൂയാണെന്നാണ് ആസാദ് പറയുന്നത്. കാരണം അവൾ ആ സ്റ്റെയിനെ നോക്കുന്നത് പോലെ തന്നെ ഒരിക്കലെങ്കിലും നോക്കിയിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ്. കൂടാതെ ആസാദ് പറയുന്നുണ്ട്, താൻ ഈ വീടിൻ്റെ ലോൺ ഫുൾ അടച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ തനിക്ക് ഇനി ജീവിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. താൻ ഇവിടെ കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആണെന്നാണ് ആസാദ് പറയുന്നത്. സോ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ താൻ ഈ വീട് വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നും അവൻ അവളുടെ അടുത്ത് പറയാണ്. ഒപ്പം ആസാദ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, താൻ ഈ ഡിസിഷൻ എടുത്തതിന് ശേഷം ഈ വീട് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. ഇവിടെ ഇത്ര സമയത്തും ആസാദ് ആ സ്ത്രീയുടെ ഫേസ് കണ്ടിട്ടില്ല. സോ അവളെ കാണാൻ തനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നിനക്ക് ഇഷ്ടമുള്ള പോലെ എന്നെ ഇമാജിൻ ചെയ്തോളാനാണ് അവൾ റിപ്ലൈ കൊടുക്കുന്നത്. അത് കേട്ടിട്ട് ആസാദ് അവൾക്ക് തൻ്റെ മകൾ പറഞ്ഞതിൻ്റെ രൂപമായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതിനുശേഷം ആസാദ് പതിയെ ഉറക്കത്തിലേക്ക് പോവാണ്. അപ്പോഴും തനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഇത് കേട്ടിട്ട് ആ സ്ത്രീ പറയുന്നത് ഇപ്പം അതിനുള്ള സമയമല്ല, പോകുന്നത് പൂർണ്ണ മനസ്സോടായിരിക്കണം എന്നാണ്. ആ സമയത്താണ് അവിടേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് ഹമൂനാണെന്നാണ് അവൾ പറയുന്നത്. അതിനുശേഷം അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ ആസാദിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എന്നാൽ താൻ അവളിൽ നിന്നും വളരെ അകലെയാണെന്നും അതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ആസാദ് പറയുന്നത്. അങ്ങനെ ആസാദിൻ്റെ ആ ഒരു റിപ്ലൈ കേട്ടിട്ട് നീ ഉറക്കത്തിലാണോ എന്ന് അവൾ അവൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ആ ഒരു കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ആവുന്നത്. അതിനുശേഷം ആസാദ് ഉറക്കത്തിൽ എന്ന പോലെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയാണ്. അവളുടെ രൂപം, വസ്ത്രം, എല്ലാത്തിനെക്കുറിച്ചും പറയാണ്. പെട്ടെന്നാണ് മറ്റേ ആ സ്ത്രീ, ആസാദ് ഇത്രയും സമയം സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ത്രീ റൂമിലേക്ക് കയറി വരുന്നത്. ഇവിടെ ഈ സ്ത്രീക്ക് ആസാദ് മുമ്പ് പറഞ്ഞ ആ സ്ത്രീയുടെ അതേ രൂപമാണ്. പക്ഷെ അവളുടെ നെറ്റിയിൽ ബുള്ളറ്റ് ഇട്ടതിൻ്റെ വലിയ പാടുണ്ട്. ശേഷം ആ സ്ത്രീ പറയാണ്, 30 വർഷമായി തന്നെ എല്ലാ ഫ്രൈഡേ നൈറ്റും ആസാദിനെ കാണാൻ വരുമായിരുന്നു. എന്നാൽ ഇന്നത്തെ രാത്രി ഡിഫറെൻ്റ് ആണ്. ഇവിടെ വീടിന് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി. ഒപ്പം ആസാദ് സ്വയം നശിക്കുന്നത് തടയാനാണ് താൻ വന്നതെന്നും അവൾ പറയാണ്. അങ്ങനെ അതിന് ശേഷം ഹമൂൺ ആ റൂമിലേക്ക് എത്തുകയാണ്. അവൻ വന്നിട്ടൊരു തലയണ എടുത്തിട്ട് ആസാദിൻ്റെ തലയ്ക്ക് വെക്കുകയാണ്. അപ്പം അവിടെയുള്ളൊരു ക്ലോക്ക് എടുത്തിട്ട് അതിൽ പൊടിയൊക്കെ തട്ടുകയാണ്. കൂടാതെ ഒരു തുണി എടുത്തിട്ട് ആ സ്ത്രീനെ പുതപ്പിക്കുകയും ചെയ്യാണ്. ഇവിടെ ഹമൂൺ തൻ്റെ അമ്മയെ കണ്ടതുപോലെയാണ് ആ സ്ത്രീയെ നോക്കുന്നത്. പിന്നീട് ഒരു ടേപ്പ് റെക്കോർഡറിലൂടെ ഹമൂൺ തൻ്റെ ജനനത്തെക്കുറിച്ചും അമ്മയുടെ മരണത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. താൻ ജനിച്ച അന്ന് രാത്രിയിലാണ് അമ്മ മരിച്ചതെന്ന് ഹമൂൺ പറയുന്നുണ്ട്. അമ്മ ബുള്ളറ്റ് ഏറ്റാണ് മരിച്ചതെന്നും പറയുന്നുണ്ട്. അവർ വാങ്ങിയിട്ടുള്ള ആദ്യത്തെ വസ്തു ഒരു ക്ലോക്കിനെ കുറിച്ചും ഹമൂൺ പറയുന്നുണ്ട്. അമ്മയെക്കുറിച്ചുള്ള അച്ഛൻ കത്തിച്ച് കളയാത്ത ഒരേ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഈ ക്ലോക്കാണെന്നും അവൻ പറയുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് അമ്മേനെ നേരിൽ കണ്ടതിൽ സന്തോഷമുണ്ടെന്നും ഹമൂൺ പറയാണ്. ഇതിലൂടെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ത്രീ ഹമൂണിൻ്റെ അമ്മയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ഹമൂൺ പറയുന്നത് അവൻ ബേസ്മെൻ്റ് എന്നൊരു ലഗോ വീട് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. പിന്നീട് ഹമൂൺ മൊയലിൻ്റെയും മാമയുടെയും ഒരു സ്റ്റോറി പറയാണ്. ഇത്തവണ മൊയൽ ഒരു തടസ്സമില്ലാതെ ഓടി, എന്നിട്ടും മാമ അവനെ തോൽപ്പിച്ചു. കാരണം മാമ എന്തോ ലഹരി ഉപയോഗിച്ച് ഓടിയതുകൊണ്ടാണ് ആമയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞതെന്നാണ് ഹമൂൺ പറയുന്നത്. തൻ്റെ ജീവിതവും ഇതുപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഹമൂൺ ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്യാണ്. ബട്ട് അവൻ്റെ സംസാരം കണ്ടിന്യൂ ചെയ്യാണ്. അവൻ പറയുന്നത് താൻ ഈ ഒരു ലഗോ വീടുമായിട്ട് വന്നിട്ടുള്ളത് ലേറ്റ് ആയിട്ടാണ്, എങ്കിൽ പോലും താൻ ചെയ്ത അവസാനത്തെ നല്ല കാര്യം ഇതാണെന്നും പറയാണ്. ആരും ഈ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നില്ലെന്ന് വിശ്വസിക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നും ഹമൂൺ പറയുന്നുണ്ട്. തൻ്റെ മുട്ടുകൾ വീക്കാണെന്ന് ഹമൂണിന് തോന്നുകയാണ്. അതോടൊപ്പം അവിടെ കല്ലുകൾ പൊടിയുന്ന ശബ്ദവും ഭിത്തികൾ തകരുന്ന ശബ്ദവും ഒക്കെ കേൾക്കുകയാണ്. ഇനി നമുക്ക് റൂം 2 ദ കിച്ചൺ എന്ന സീനിലേക്ക് പോകാം. ഇവിടെ റോയ കിച്ചണിൽ വർക്കിലാണ്. ചെയ്യാനുള്ള ഓരോന്നും അവളുടെ ചുറ്റുമുണ്ട്. ആ സമയം അലാം അടിക്കുന്നുണ്ട്. റോയ അത് ഓഫാക്കിയിട്ട് വേഗത്തിൽ കിച്ചൺ ഡോർ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് മുടി ശരിയാക്കി ഏപ്രണൊക്കെ അയച്ചു മാറ്റിയിട്ട് TV ഓൺ ചെയ്യാണ്. അതിലിപ്പം ഹോം സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണുള്ളത്. അവൾ അതിലുള്ള ഒരാളെ നോക്കുകയാണ്. അയാളുടെ ഫേസ് വളരെ കാമായിട്ടുള്ളതും അട്രാക്റ്റീവ് ആയിട്ടുള്ളതുമാണ്. പെട്ടെന്ന് അയാൾ റോയയുടെ നേരെ തിരിയാണ്. പക്ഷെ അവൾ ഞെട്ടുന്നൊന്നുമില്ല. മോറോവർ അവളത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇയാൾ റോയയോടാണോ അതോ സീരീസിലെ മറ്റാരോടെങ്കിലും ആണോ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല. ഇവിടെ ആ വ്യക്തി റോയനോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. റോയൊന്നും തന്നെ പറയുന്നില്ല. നീ കരയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനും അവളൊന്നും പറയുന്നില്ല. പകരം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ സമയം അയാൾ നീ എവിടേക്കാണ് പോകുന്നതെന്ന് അവളോട് ചോദിക്കുകയാണ്. എന്നാൽ റോയ അവനോട് അവിടെ നിന്നും പോകാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. അതിനുശേഷം റോയ അവനോട് ഇത് ശരിയല്ലെന്നും നമ്മൾ തമ്മിൽ കാണരുതെന്നും പറയാണ്. അത് കേട്ട് അയാൾ വിഷമത്തോടെ നിന്നെ അല്ലാതെ മറ്റാരെയും എനിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നും നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ പോലും എനിക്ക് താല്പര്യമില്ല എന്നും പറയാണ്. ഇത് കേട്ട് റോയ TV ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. നമുക്ക് സംസാരിക്കണമെന്ന് പറയാണ്. എന്നാൽ റോയ്ക്ക് ഇവിടെ അതിന് താല്പര്യവുമില്ല. ഇവിടെ റോയ പറയുന്നത് ഈ വീടിപ്പം പഴയതുപോലെ അല്ലെന്നും തൻ്റെ ഹൃദയം ഒരു യുദ്ധക്കളം പോലെയാണെന്നുമാണ്. ആസാദ് വീടിൻ്റെ അവസാനത്തെ ലോണും അടച്ചതോടുകൂടെ താൻ ഇവിടെ എന്നേക്കുമായി തളയ്ക്കപ്പെട്ടുവെന്നും അവൾ മനസ്സിലാക്കുകയാണ്. വർഷങ്ങളോളം ഒരു ഹോം മേക്കറായി ജീവിച്ച അവളുടെ ജീവിതത്തിൽ TVയിൽ ആ മനുഷ്യൻ വന്ന് വിളിച്ചപ്പോഴാണ് അവൾ വീണ്ടും ഒരു സ്ത്രീയായി മാറിയതെന്ന് പറയുന്നുണ്ട്. കൂടാതെ താൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ച നിമിഷം മുതൽ കിച്ചൺ തകരാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് റോയ TVയിൽ ആ മനുഷ്യനോട് പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അയാൾ അതിന് സമ്മതിച്ചതിന് ശേഷം സ്ക്രീനിൽ മഞ്ഞ് വീഴുമ്പോഴുള്ള സീനാണ് വരുന്നത്. അയാളെ കാണുന്നില്ല എങ്കിലും അയാളുടെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്ന ശബ്ദം അവൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്.
അങ്ങനെ റോയ് ഇവിടെ തങ്ങളുടെ ബന്ധം ശരിയല്ല എന്ന് അവനോട് പറയാണ്. എന്നാൽ അവൻ പറയുന്നത് ഇത് സ്നേഹമാണെന്നും അതിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല എന്നുമാണ്. പെട്ടെന്ന് അവിടെ ഒരു സൗണ്ട് കേട്ട് റോയ TV മ്യൂട്ട് ചെയ്യാണ്. ആ ശബ്ദം ഹമൂൻ്റെ ആവുമെന്ന് അവൾക്ക് അറിയാം. ശേഷം അവൾ തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയാണ്. അതായത് വാർ ടൈമിൽ അതിൻ്റെ സ്ട്രഗിൾസിലൂടെ അവർ ലൈഫ് ലീഡ് ചെയ്ത സമയത്ത് അത് കൂടുതൽ കുട്ടികൾ ആഗ്രഹിച്ചതിൽ അവൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയം മഹാനും ഹമൂനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറഞ്ഞാൻ ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരം ഒരു സിറ്റുവേഷനിൽ വീണ്ടും ഒരു കുട്ടി എന്നത് റോയനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഇങ്ങനൊരു വാർ നടക്കുന്ന സമയത്ത് ഈ 2 കുട്ടികളെ കൂടാതെ ഇനിയൊരു കുട്ടിയെ കൂടി ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നോ എന്ന് അവൾ ആസാദിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ റോയ അവർ 3 പേരെയും വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ റിലേഷൻ എന്തൊക്കെയോ സംഭവിച്ചെന്നും അതിനുശേഷം അവർ അകന്നു പോയെന്നും റോയ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൾ പ്രസൻറ്റിലേക്ക് വരികയാണ്. അവൾ TV അൺമ്യൂട്ട് ചെയ്യാണ്. ആ സമയം TVയിൽ ആ മനുഷ്യൻ പറയുന്നുണ്ട്, നീ എല്ലാവരെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ നിന്നെ മറ്റാരെക്കാളും സ്നേഹിക്കുന്ന എന്നെക്കുറിച്ച് മാത്രം നീ ചിന്തിക്കുന്നില്ല എന്ന്. അത് കേട്ട സമയത്ത് റോയ ചോദിക്കുന്നത്, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന്? നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് പറയാണ്. പറഞ്ഞേൻ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എല്ലാ ഫ്രൈഡേസും ഈ ഡിഷ് ഉണ്ടാക്കുന്നതെന്ന്. എനിക്ക് അവളോട് പറയാൻ സാധിക്കുമോ നിനക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെന്ന്? അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ റോയ് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് ഈ സീരീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണെന്ന്. അത് കേട്ടിട്ട് എല്ലാ കഥകൾക്കും ഒരു അവസാനം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ സീരീസിൻ്റെ എൻഡിങ്ങിനോട് അടുത്തെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അവളെ തന്നോടൊപ്പം വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അവൾ അതിനാദ്യം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ താൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന് എന്ത് സംഭവിക്കുന്നുള്ള ടെൻഷൻ റോയ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എന്നാൽ വീടിനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ വീടും ഫാമിലിയും കാരണം തനിക്ക് അവൻ്റെ കൂടെ പോകാൻ കഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. താൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഹെൽപ്ലെസ് ആയിട്ടാണ് അവിടെ റോയ് നിൽക്കുന്നത്. അവനാണെങ്കിൽ തൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് അവളെ നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ റോയ്ക്ക് ഇത് ശരിയായ ഡിസിഷൻ ആണോ എന്ന് ഉറപ്പില്ലായിരുന്നു. താൻ അവൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ താൻ വീടില്ലാത്തവളായി മാറുമെന്ന് റോയ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാനാണ് നിൻ്റെ ഹോം എന്നാണ് അവൻ പറയുന്നത്. കൂടാതെ നമ്മൾ മേ ബി ഇനി ഒരിക്കലും കാണില്ല എന്നും അവൻ പറയുന്നുണ്ട്. ലാസ്റ്റ് അവൻ പാറക്കെട്ടിന്ന് താഴേക്ക് ചാടുന്ന പോലെ കാണിക്കുന്നുണ്ട്. അത് കണ്ട് റോയ ഞെട്ടിപ്പോകുന്നുണ്ട്. അവൾ പെട്ടെന്ന് അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ആ സമയം ഹമൂൺ അവിടേക്ക് വന്ന് TV ഓഫ് ചെയ്ത് റെക്കോർഡർ ഓൺ ചെയ്യാണ്. ഇവിടെ ഈ മനുഷ്യനൊരു ഫാൻറ്റസി ഫിഗറാണ്, റിയൽ പേഴ്സൺ അല്ല. റോയയുടെ ഇമാജിനേഷൻ മാത്രമാണ്. റോയ തൻ്റെ ഫീലിങ്സും ഡിസയേഴ്സും എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. ശേഷം ഹമൂൺ പറയുന്നത് റോയ ഈ വീട് വിട്ട് പോവില്ല. വാർ ടൈമിൽ അവൾ പറഞ്ഞ വാക്കുകളിൽ അവൾക്ക് ഗിൽട്ട് ഉണ്ടെന്നും അതുകൊണ്ടാണ് അവൾ വീട് വിട്ട് പോവാത്തതെന്നും അവൻ പറയാണ്. ആ രാത്രിയെക്കുറിച്ചുള്ള പേടി റോയയെ പോലെ തന്നെ തനിക്കും ഉണ്ടെന്ന് ഹമൂൺ പറയാണ്. അന്ന് റോയ പേടിക്കുന്നത് കണ്ട് തൻ്റെ പേടി മറച്ചു വെക്കാൻ താൻ ശ്രമിച്ചിരുന്നെന്നും അത് കാരണമാണ് താൻ ഓരോ കാര്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നെന്നും ഹമൂൺ പറയാണ്. അതിനുശേഷം ഹമൂൺ പറയുന്നത് റോഡിൻ എന്നൊരു ശില്പി തൻ്റെ ശില്പത്തിൻ്റെ കൈകൾ ഒടിച്ചതുപോലെ താൻ തൻ്റെ കൈകൾ ഒഴിവാക്കാൻ പോവാണ്. അതിനു മുമ്പ് കൈകൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയെന്നും അത് ഈ ലഗോ വീട് ഉണ്ടാക്കാനാണെന്നും ഹമൂൺ പറയാണ്. അതിനുശേഷം അമൂൺ ആ ഒരു ലഗോ വീട് അവിടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവൻ പറയുന്നത് അവന് കുട്ടിക്കാലത്ത് ആ ഒരു ലഗോ വെച്ച് കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ആസാദും റോയയും ചേർന്ന് അതുകൊണ്ട് ഒരു വീടുണ്ടാക്കുകയാണ് ചെയ്തത്. അവരത് അലങ്കാര വസ്തുവാക്കി മാറ്റി. എന്നാൽ പിന്നീട് അവരതിനെ ബേസ്മെൻറ്റിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് അവൻ്റെ കയ്യിൽ അന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു ലഗോ പീസസ് ഉണ്ട്. എന്നാൽ അത് വെച്ച് എന്തുണ്ടാക്കണം എന്ന് അവനറിയില്ല. അതിനുശേഷം അവിടെ ലൈറ്റ്സ് ഓഫ് ആവുകയാണ്. വാൾസ് എല്ലാം തകർന്ന് വീഴുന്നത് പോലുള്ള സൗണ്ടും കേൾക്കുകയാണ്. ഇനി നമുക്ക് റൂം 3 ദ ബാത്റൂം എന്ന സീനിലേക്ക് പോവാം. ഇവിടെ പറഞ്ഞ് ഞാനൊരു വൈറ്റ് നിറത്തിലുള്ള വെഡ്ഡിംഗ് ഗൗണൊക്കെ ധരിച്ചിട്ട് ഒരു ചെറിയ ബാത്തബിനടുത്തിരിക്കുകയാണ്. ബാത്തബിൽ വെള്ളം ഫില്ലാവുന്നുണ്ട്. ആ ഫ്ലോറിലാണെങ്കിൽ ഒരു അലാമും MP3 പ്ലെയറും കുറച്ച് ടാബ്ലറ്റ്സും ഉണ്ട്. ഇവിടെ ആണെങ്കിൽ അവൾ ലാപ്ടോപ്പിലൂടെ ആരോടോ ചാറ്റ് ചെയ്യാണ്. മറുവശത്തുള്ള ആളാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ, ഇനി എത്ര ടാബ്ലറ്റ്സ് ബാക്കിയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അവളാണെങ്കിൽ ഒരു ടാബ്ലറ്റ് മാത്രമേ ബാക്കിയുള്ളെന്ന് റിപ്ലൈയും കൊടുക്കുകയാണ്. അതിനുശേഷം ആ ചാറ്റിലുള്ള ആൾ അവളോട് വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്തബിൽ നിറയെ ചൂടുവെള്ളം വെച്ചിട്ട് അതിൽ കിടക്കണമെന്നും ഇല്ലെങ്കിൽ അത് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ ഒരു ചാറ്റിലുള്ള ആൾ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ അവൾക്ക് കൊടുക്കുകയാണ്. അവളതെല്ലാം കേട്ടതിന് ശേഷം അവൻ്റെ അടുത്ത് പറയാണ് നാളെ നീ ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഒരു അച്ഛനായിരിക്കില്ല എന്ന്. ഈ ഒരു കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പറഞ്ഞേൻ പ്രഗ്നൻ്റ് ആണെന്നും അവൾ അബോർഷന് ട്രൈ ചെയ്യുകയാണെന്നും. അതിനുശേഷം അവൾ തൻ്റെ കുട്ടിയോടെന്ന പോലെ സംസാരിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. ശേഷം വീണ്ടും ചാറ്റ് ചെയ്യാണ്. താനിപ്പോൾ ഓക്കെ ആണെന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാമെന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അവൾ കുട്ടിയോടെന്ന പോലെ സംസാരിക്കുകയാണ്. ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിലൂടെ എല്ലാം കടന്നു പോകുന്നത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്നൊക്കെ പറയാണ്. അങ്ങനെ അതിനുശേഷം ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടും അതിൻ്റെ റിസൾട്ടൊന്നും കാണാത്തതിൽ അവൾക്ക് നിരാശ തോന്നുകയാണ്. പിന്നീട് അവൾ വേൾഡിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും റാൻഡമായിട്ട് ഒരു കുട്ടിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ അലാമിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവളത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ശേഷം അവൾ വീണ്ടും ചാറ്റ് ചെയ്യാണ്. അതിൽ അയാൾ പറയുന്നത് അവളുടെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരിക്കുന്നത് പോലെയാണെന്നാണ് പറഞ്ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. അതിനുശേഷം പറഞ്ഞേൻ പറയുന്നത് താനും തൻ്റെ ബ്രദർ മഹാനും പാരൻസിന് അൺവാണ്ടഡ് ചൈൽഡ് ആയിരുന്നെന്നാണ്. എന്നാൽ ഹമൂണിനെ അവർക്ക് ആവശ്യമായിരുന്നെന്നും അവൾ പറയുന്നുണ്ട്.
അവളുടെ ഫാദർ ആസാദ് ഒരു പാറ്റയെ കൊല്ലുന്ന സമയം തനിക്ക് അസുഖം വരുമെന്ന് അവൾ പറയുന്നുണ്ട്. അച്ഛൻ തന്നെ അതുപോലെ കൊല്ലാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ തന്നെ പാറ്റകളെ കൊല്ലാൻ തീരുമാനിച്ചതെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം അവൾക്ക് പെയിൻ വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ഫസ്റ്റ് ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം അവൾക്ക് വാൾസ് ഒക്കെ തകരുന്നതായിട്ടും ബാത്ത് ടബ് പോലും ചെറുതാവുന്നതായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നെന്ന്. അങ്ങനെ ഈ ഒരു കാര്യം അവൾ ചാറ്റ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനെ തുടർന്നിട്ട് അവൻ അവളുടെ അടുത്ത് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവൾക്ക് ദേഷ്യം വരികയാണ്. എല്ലാ ദിവസവും 15ഓളം ശിശുക്കൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അവൾ പറയാണ്. ഇവിടെ അവൻ അവളുടെ അടുത്ത് ബാത്ത് ടബിൽ കിടക്കണമെന്നും ഇല്ലെങ്കിൽ അത് ഡേഞ്ചർ ആണെന്ന് ഇൻ്റർനെറ്റിൽ കാണിക്കുന്നുണ്ടെന്നും പറയാണ്. എന്നാൽ പറഞ്ഞതിനൊന്നും തന്നെ മിണ്ടുന്നില്ല. അവളുടെ സൈലൻസ് കണ്ടിട്ട് താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ഷൗട്ട് ചെയ്യാണ്. ശേഷം അവൾ ബാത്ത് ടബിൽ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അത്രയും പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ അവൾ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീഴാണ്. ആ സമയം അവൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്ടോപ്പിൽ നിന്നൊരു സൗണ്ട് കേൾക്കുകയും ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ മോമി എന്ന് ചുവപ്പക്ഷരങ്ങളിൽ സ്ക്രീനിൽ തെളിയുകയും ചെയ്യാണ്. അങ്ങനെ ആ സമയം ഹമൂൻ അവിടേക്ക് വീൽ ചെയറിൽ വരുന്നുണ്ട്. എന്നാൽ അവന് പറഞ്ഞതിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനുശേഷം അവളൊരു റെക്കോർഡർ ഓൺ ആവുകയാണ്. അതിൽ ഹമൂൺ ഒരു ലൗഡ് വോയിസിൽ സംസാരിക്കുകയാണ്. ഇവിടെ ഹമൂൺ തനിക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു അവൻ പറയാണ്. തനിക്ക് പറഞ്ഞേനെയും അച്ഛനമ്മയെയും റോയ്ക്ക് അച്ഛനെയും പറഞ്ഞേൻ അവളുടെ കുട്ടിയുടെ അച്ഛനെയും നഷ്ടപ്പെട്ടു എന്നും അവൻ പറയാണ്. ഇവിടെ ഹമൂൺ പറഞ്ഞിയന് അവളുടെ കുട്ടിയുടെ അച്ഛനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഈ മെസ്സേജ് ഒന്നും തന്നെ റിയൽ അല്ല. ഇതൊന്നും അവൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളിൽ നിന്ന് വരുന്ന മെസ്സേജ് അല്ല, മറ്റാളിൽ നിന്നോ വരുന്നതാണ്. ആൻഡ് അതിപ്പം പറഞ്ഞതിനും റിയലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ അവൾ ഭയക്കുന്നുണ്ടെന്നും ഹമൂണിന് അറിയാം. പിന്നീട് ഹമൂൺ തൻ്റെ പഴയ കാമുകി നിലോഫറിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് പോവാണ്. പറഞ്ഞിയൻ ജനിച്ച ദിവസമാണ് അവളെ ആദ്യമായിട്ട് കണ്ടതെന്നും അവളുടെ ബ്യൂട്ടീനെ കുറിച്ചും അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സിനെ കുറിച്ചും ഒക്കെ അവൻ ഓർത്തെടുക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴാണ് തനിക്ക് അവളെ നഷ്ടപ്പെട്ടതെന്ന് അവൻ ഓർക്കാണ്. പിന്നീട് ഹമൂൺ വളരെ സങ്കടത്തിലാവുകയും കരയൊക്കെ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ലഗോ പീസസ് അവൻ്റെ കയ്യിൽ നിന്ന് വീഴുകയും ചെയ്യാണ്. പിന്നീട് അവൻ അവൻ്റെ ഇൽനെസ്സിനെ കുറിച്ച് പറയാണ്. അവന് ലിംഫോസിറ്റിക് ലുക്കീമിയ ആണെന്ന് പറയാണ്. ഒപ്പം ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണെന്നും പറയാണ്. ശേഷം അവിടെ വാൾസൊക്കെ തകർന്ന ശബ്ദം കേൾക്കാണ്. ഇനി നമുക്ക് റൂം 4 ദ റൂഫ് എന്ന് പറഞ്ഞ സീൻ നോക്കാം. ഇവിടെ മഹാൻ റൂഫ് ടോപ്പിലാണുള്ളത്. അവൻ ഫോണിലൂടെ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള മാസേനോട് സംസാരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മഹാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ കുറേ ബലൂൺസ് ഊതി വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ശരീരത്തെ കെട്ടിയിട്ട് പറക്കാൻ വേണ്ടി അവൻ റെഡി ആവാണ്. കൂടെ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള മാസയുണ്ട്. ആക്ച്വലി ഒരു പ്ലേയിൽ മാജിക്കൽ റിയലിസ്റ്റിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഷ്രിങ്കിങ് ഹൗസും ദ മാൻ ഓൺ ദ ടിവിയും അതുപോലെ ബലൂൺസ് വെച്ചിട്ട് ഫ്ലൈ ചെയ്യാൻ മഹാൻ അറ്റംപ്റ്റ് നടത്തുന്നതും ഒക്കെ. ഇനി ഇവിടെ മഹാൻ മാസിയോട് അവൻ വീട് വിട്ടു പോകാനുള്ള റീസൺസ് പറയാണ്. അവൻ പറയുന്നത് അവൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും അവന് 15 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു 15 എന്ന് പറയുന്ന നമ്പറിനോടുള്ള വെറുപ്പാണ് അവനെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൂടെ അവൻ റാങ്ക് നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതോടുകൂടിയിട്ട് ആളുകൾ അവനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയെന്നും താൻ ഒറ്റപ്പെട്ടു പോയെന്നും അവൻ പറയാണ്. പിന്നീട് അവൻ പറയുന്നത് അവൻ 15 ബലൂണായിട്ട് ടെറസിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ്. ആദ്യത്തെ ബലൂണ് വീർപ്പിച്ച സമയം തന്നെ വീട് തകരാൻ തുടങ്ങിയതായിട്ട് അവന് തോന്നിയെന്നും പറയുന്നുണ്ട്. ഈ സമയം ഹമൂൺ വീൽ ചെയറിൽ അവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ മഹാനാണെങ്കിൽ തനിക്ക് ഫ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അവനൊരു ബലൂൺ എടുത്തിട്ട് തൻ്റെ ബാഗിൽ കെട്ടുകയാണ്. അത് മുകളിലേക്ക് പറന്നു വരുന്നത് അവൻ ആവേശത്തോടെ നോക്കുകയാണ്. അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയതിനു ശേഷം മഹാൻ അവൻ്റെ പാരൻസിന് വേണ്ടിയിട്ടൊരു മെസ്സേജ് റെക്കോർഡ് ചെയ്യാണ്. അതിൽ അവൻ പറയുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് ബാക്കി വന്ന ബലൂൺസുമായി താൻ ആകാശത്തേക്ക് പറന്നു വരുമ്പം നിങ്ങളുടെ ഉറക്കമായിരിക്കും. ഞാനിവിടെ താമസിക്കാതെ പോകുന്നതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ താനൊരു ഭീരു അല്ലെന്നും താനും അച്ഛനും തമ്മിൽ രൂപത്തിലും വിധിയിലും സിമിലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പോകാൻ തീരുമാനിച്ചതെന്നും അവൻ പറയാണ്. പാരൻസിൻ്റെ ലൈഫ് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞ് അവൻ യാത്ര ചോദിക്കുകയാണ്. ശേഷം അവൻ മാസയെ വിളിച്ചിട്ട് ബലൂണൊക്കെ വേഗം കെട്ടി റെഡിയായി നിൽക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ അവൻ ലാസ്റ്റ് ബലൂണും ശരീരത്തിൽ കെട്ടിയതിന് ശേഷം താഴേക്ക് ചാടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അവൻ പലതവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ മാസേനെ കോൺടാക്ട് ചെയ്തിട്ട് തൻ്റെ കാൽക്കുലേഷനെല്ലാം തെറ്റിപ്പോയെന്ന് പറയാണ്. മാത്രമല്ല ഈ മാസം പോലും തൻ്റെ തോന്നലാണെന്ന് അവന് സംശയം തോന്നാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നിരാശനായിട്ട് അവൻ ആ ഒരു ടെറസിന് താഴോട്ട് ചാടുകയാണ്. അതേസമയം ഹമൂൺ അങ്ങോട്ട് വരികയാണ്. അവൻ ബലൂണ് കെട്ടിയിട്ടുള്ള മഹാൻ്റെ ബാഗ് എടുക്കുകയാണ്. ആ ബാഗിനകത്ത് ആകെ അവരുടെ ഓൾഡ് ഫാമിലി ഫോട്ടോ ആൽബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം ഹമൂൺ തൻ്റെ കയ്യിലെ റെക്കോർഡർ ഓൺ ചെയ്തിട്ട് പറയുന്നത് ആ ഒരു ആൽബത്തിനെ കുറിച്ചാണ്. അത് നഷ്ടപ്പെട്ടു പോയതായിരുന്നു. ആർക്കും തന്നെ അത് മഹാൻ്റെ കയ്യിലുള്ള കാര്യം അറിയില്ലായിരുന്നു. അതിനുശേഷം ഹമൂൺ മഹാനെ നോക്കുകയാണ്. ഈ ടെറസും ഫ്ലോറും തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മഹാൻ സേഫാണ്. അതിനുശേഷം ഹമൂൺ പറയുന്നത് താനും വീടും ഒരുപോലെയാണെന്നും വീടിൻ്റെ മോർട്ടേജ് തീർന്നപ്പോൾ തൻ്റെയും വീടിൻ്റെയും ജീവിതം അവസാനിക്കുകയാണെന്നും പറയാണ്. അതിനുശേഷം അവൻ പറയുന്നത് അവന് നിലോഫറിനോടുള്ള ഇഷ്ടം ഇപ്പോഴും മാറിയിട്ടില്ല എന്നും അവൾക്ക് ഈ റെക്കോർഡിങ്സ് ഒന്നും ലഭിക്കില്ല എന്ന് അറിയാമെങ്കിൽ കൂടെ താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നും പറയാണ്. അതിനുശേഷം മമ്മൂണി വാൾസ് എല്ലാം തകരും മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയാണ്. ശേഷം അവൻ തൻ്റെ പാരൻസിനും പറഞ്ഞതിനും മഹാനും വേണ്ടിയിട്ട് ഓരോ ലഗോ പീസസും എടുത്തിട്ട് അതിലൊക്കെ കിസ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അവൻ അവിടുന്ന് യാത്ര ചോദിക്കുകയാണ്. അതിനുശേഷം ലൈറ്റ്സ് ഓഫ് ആവുകയും വാൾസൊക്കെ തകർന്ന സൗണ്ടും കേൾക്കുകയാണ്. ഇനി നമുക്കിത് ഫൈനൽ റൂമിലേക്ക് പോവാം. ഇവിടെ റോയും ആസാദും പറഞ്ഞേനും മഹാനും ഇവരെല്ലാവരും കൂടെ ഒരു ലഗോ വീടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇവർ ഈ വീട് സ്മാഷ് ചെയ്തിട്ട് അതിൽ ഓരോ ലഗോ പീസസും എടുക്കുകയാണ്. ഇവിടെ ഇവരെല്ലാവരും തന്നെ എക്സൈറ്റഡ് ആണ്.
ഹമൂൻ ഇരിക്കാറുണ്ടായിരുന്ന ആ ഒരു പ്ലേസ് ഇപ്പം എംപ്റ്റി ആണ്. അവന് പകരം ഇപ്പോൾ അവിടെ ഒരു ഫിഷ് ബൗളും ഒരു ക്ലോക്കും ഓൾഡ് ടിവിയും ഫാമിലി ഫോട്ടോ ആൽബം ഒക്കെയാണുള്ളത്. ഇവിടെ അവർക്ക് ഹമൂൻ ഒരു പാട്ട് പാടുന്ന പോലെയൊക്കെ തോന്നുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹമൂൻ മരിച്ചു പോയെന്നുള്ള കാര്യം. ഇവിടെ ഇവരാണെങ്കിൽ എത്ര ലെഗോ പീസസ് ഉണ്ടെന്നൊക്കെ സംസാരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ആ ഒരു ലെഗോ പീസസിനൊക്കെ ഹമൂൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യാണ്. അങ്ങനെ ഇതിന് ശേഷം പറഞ്ഞനും മഹാനും അത് വെച്ചിട്ട് കളിക്കുകയാണ്. ഇവരുടെ അടുത്ത് തന്നെ റോയ് ആസാദുണ്ട്. ഇത് കണ്ടിട്ട് ആസാദ് റോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മേ ബി ഹമൂൺ ഇത് കാണുന്നുണ്ടാവുന്നു. ആ സമയം പറഞ്ഞനും മഹാനും ലഗോ വെച്ചിട്ട് ഒരു ഹോം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് റോയും ആസാദും അവരുടെ കൂടെ ജോയിൻ ചെയ്യാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് ഒരു വീടുണ്ടാക്കുകയാണ്. യാർഡും പോണ്ടും ടി വി റൂമും ഒക്കെ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. റോയ് ആണെങ്കിൽ ഒരു വീടിൻ്റെ ഗ്രേറ്റ്നസ് എന്ന് പറയുന്നത് അതിൽ താമസിക്കുന്നവരെ ആശ്രയിച്ചാണെന്നൊക്കെ ഫിലോസഫിക്കലി പറയാണ്. പിന്നീട് അവിടെ ഹമൂൻ്റെ വോയിസ് ആണ് കേൾക്കുന്നത്. അവൻ പറയുന്നത് അവർക്ക് ഇപ്പോഴും അറിയില്ല അവരെന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. മേ ബി മറ്റൊരു വീടാവാം, മരിച്ചവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയുന്ന ഒരിടം, റൂഫിൽ നിന്ന് ആകാശത്തേക്ക് പറന്ന് നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്ന ഒരിടം, വാൾസിലൂടെ നമ്മുടെ ഇമാജിനേഷനോട് സംസാരിക്കാൻ കഴിയുന്നൊരിടം. അങ്ങനെയാണ് വീട്. മനുഷ്യരെ പോലെ അവർ പിണങ്ങും, ഇണങ്ങും, വൃത്തികേടാക്കും, എഗെയിൻ ബ്യൂട്ടിഫുൾ ആക്കും. അതാണ് വീടുകൾ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്ലേ അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്ലേയുടെ ഒരു അനാലിസിസ് നോക്കാം. ഈ ഒരു പ്ലേയിലൂടെ റൈറ്റർ നമ്മളോട് പറയുന്നത് ഒരു ഹൗസ് നമുക്ക് വാൾസും വിൻഡോസും റൂഫ്സും ഒക്കെ വെച്ചിട്ടുണ്ടാക്കാൻ കഴിയും. എന്നാൽ ഒരു ട്രൂ ഹോം അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ആളുകളും അവരുടെ ഇമോഷൻസും അവരുടെ ഷെയർഡ് ലൈഫ്സും എല്ലാം ആവശ്യമാണ്. ഒരു ഹോം എന്ന് പറയുമ്പോൾ അവിടെ ഹാപ്പിനെസ്സും പെയിനും ആർഗ്യുമെൻറ്റ്സും എല്ലാം ഉണ്ടാവും. പക്ഷെ അപ്പോഴും ലവ്, അഫെക്ഷൻ ഇതൊന്നും തന്നെ അവിടെ ഇല്ലാതാവുന്നില്ല. ഇനി ഇവിടെ ഒരു പ്ലേയിലേക്ക് വരുമ്പം ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും അവർ പരസ്പരം ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ്. റോയയുടെ ആസാദിൻ്റെ റിലേഷൻഷിപ്പ് വീക്കാണ്. കൂടാതെ പർണിയൻ, മഹാൻ, ഹമൂൻ ഇവർക്കാണെങ്കിലും അവരുടെ പാരൻസിനോട് സ്നേഹമുണ്ട്. പക്ഷേ അതവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒപ്പം ഇവർ സിബ്ലിങ്സും പരസ്പരം അങ്ങനെ തന്നെയാണ്. ഇവിടെ റോയ ആണെങ്കിലും ഒരു ഫാൻറ്റസി ഫിഗറിനെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ തന്നെ ഫീലിങ്സും ഡിസയേഴ്സും എല്ലാം ഷെയർ ചെയ്യാണ്. ആസാദ് ആണെങ്കിൽ താൻ തൻ്റെ ഫാമിലിയിൽ ഇൻവിസിബിൾ ആണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന ചിന്ത വന്നതോടെ ആ വീട് ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇതേപോലെ തന്നെ മഹാനും തൻ്റെ ഫാമിലിയിൽ താൻ ഇൻവിസിബിൾ ആണെന്ന ചിന്തയുടെ പുറത്താണ് വീട് വിട്ടു പോകാൻ ശ്രമിക്കുന്നത്. പറഞ്ഞതിൻ്റെ ഉള്ളിലാണെങ്കിലും താനൊരു അൺവാണ്ടഡ് ചൈൽഡ് ആണെന്നുള്ളൊരു ചിന്ത ഉണ്ട്. ആൻഡ് ഇതിനൊക്കെ മുകളിലായിട്ട് ഹമൂൻ്റെ അപ്രോച്ച്, ആ വീടിനോടും അവിടുത്തെ ആളുകളോടും അവൻ കാണിക്കുന്ന കൺസേണും ഇമ്പോർട്ടൻസും എല്ലാം അവർ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണെങ്കിലും സ്റ്റിൽ അവർക്കുള്ളിലുള്ള ആ ഒരു സോഫ്റ്റ് സ്പേസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹോം ഷ്രിങ്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ലിറ്ററലി ഷ്രിങ്ക് ആവുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ അത് മീൻ ചെയ്യുന്നത് ആ ഒരു ഫാമിലിയിലെ കംഫർട്ടും സ്റ്റെബിലിറ്റി എല്ലാം ലോസ് ആവുന്നതിനെ കുറിച്ചാണ്. നമ്മളിവിടെ ഒരു പ്ലേ നോക്കിയാൽ തന്നെ മനസ്സിലാവും ആസാദും റോയും മഹാനും എല്ലാം ആ ഒരു വീട് വിട്ട് പോകണമെന്നൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്താണ് അവർക്ക് ആ വീട് ഷ്രിങ്ക് ആവുന്ന പോലെ തോന്നുന്നത്. അതുപോലെ തന്നെ പ്ലേയിൽ ഓരോ സീൻ എൻഡ് ചെയ്യുമ്പോഴും വാൾസ് തകരുന്ന സൗണ്ടിനെ പറ്റി പറയുന്നുണ്ട്. അത് ആക്ച്വലി സിംബലൈസ് ചെയ്യുന്നത് ദ ഡീകേ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്സ്, മെമ്മറീസ് ആൻഡ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഇതൊക്കെയാണ്. ഇനി ഇവിടെ പ്ലേയുടെ എൻഡിലേക്ക് വരുമ്പം അവരെല്ലാം റീയൂണൈറ്റ് ചെയ്ത് ഹമൂൻ്റെ പ്രസൻസുള്ള ലെഗോ പീസസ് വെച്ചിട്ട് ഒരു ന്യൂ ഹോം ഉണ്ടാക്കുകയാണ്. ആ ലെഗോ ഹോം എന്ന് പറയുന്നത് എ സിംബൽ ഓഫ് ഹോപ്പാണ്. സോ ആ ഒരു ഹോപ്പോട് കൂടിയിട്ടാണ് പ്ലേ എൻഡ് ആവുന്നത്.